മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. സഹിൻ ആന്റണി നൽകും വിവരങ്ങൾ. സഹിൻ, രാഹുൽ അല്പം മുമ്പ് വരെ പറഞ്ഞത് തനിക്കെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന്. എവിടെ പരാതി എന്തായിരുന്നു രാഹുലിന്റെ ചോദ്യം? ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അല്പനേരം മുൻപാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി സെൻട്രൽ പോലീസിന് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം വേണമെന്നാണ് ഷിൻഡോയുടെ ആവശ്യം. മാത്രമല്ല, ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചതിന് രാഹുലിനെ പ്രതിയേർക്കണമെന്നും ഷിൻഡോ ആവശ്യപ്പെടുന്നു. മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രകാരമാണെങ്കിൽ രാഹുൽ വലിയ കുറ്റക്കാരനാണെന്ന് ഷിൻഡോയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസിൽ അല്പനേരം മുൻപ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു. പോലീസ് പരാതി സ്വീകരിച്ച് അതിന് റെസിപ്റ്റ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റ് നടപടികളിലേക്ക് പോലീസിന് ഇനി കടക്കേണ്ടതായി വരും. പരാതിക്കാരൻ്റെ മൊഴി പോലീസിനെ രേഖപ്പെടുത്തേണ്ടതായി വരും. മാത്രമല്ല, ആർക്കെതിരെയാണോ പരാതി, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായി വരും. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കുറ്റമാണ് ഷിൻഡോ ആരോപിച്ചിരിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ ഒരു യുവതിയെ പ്രേരിപ്പിച്ചുവെന്നാണ് ഷിൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ അന്വേഷണം ആരംഭിക്കേണ്ടതായി വരും. എറണാകുളം സെൻട്രൽ പോലീസിൽ അല്പനേരം മുൻപാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഈ പരാതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് റസീദ് ഈ അഭിഭാഷകന് തിരികെ നൽകുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ വന്ന സാഹചര്യത്തിലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്കെതിരെ ഒരു പരാതിയും പാർട്ടിയിലോ പോലീസിലോ ലഭിച്ചിട്ടില്ല എന്ന് രാഹുൽ പറയുമ്പോൾ ഇപ്പോഴിതാ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും രാഹുലിനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. ഗുരുതരമായ പരാതിയാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണത്തിൽ രാഹുലിനെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയുടെ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായി വരും. ആ പെൺകുട്ടിയെ പോലീസിന് കണ്ടെത്തേണ്ടതായി വരും. ആ പെൺകുട്ടിയിൽ നിന്ന് പോലീസിന് മൊഴിയെടുക്കേണ്ടതായി വരും. ഈ പരാതിക്കാരനായിട്ടുള്ള ഷിൻഡോയുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതായി വരും. മാത്രമല്ല, ഏതെല്ലാം മാധ്യമങ്ങളിലാണോ ഈ വാർത്തകൾ വന്നിട്ടുള്ളത്, ആ മാധ്യമങ്ങളിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഈ വാർത്തകൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ശബ്ദരേഖകൾ രാഹുൽ നിഷേധിക്കുന്നത് ഒഴിച്ചാൽ ഇതിൽ ഇരയായിട്ടുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് പോലീസിനോട് മറുപടി പറയേണ്ടതായി വരും. അങ്ങനെ വന്നാൽ രാഹുലിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടിയും വരും.